വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഉണ്ടാക്കി വിപണിയിലെത്തിക്കുകയാണ് കണ്ണൂർ ചീങ്ങാകുണ്ടത്തെ കുളത്തിങ്കൽ ജോമോൻ സെബാസ്റ്റ്യനും കുടുംബവും. പ്രാർത്ഥനകളും സുകൃതജപവും ഉരുവിട്ടാണ് ഇവർ ഓരോ പുൽക്കൂടും നക്ഷത്രങ്ങളും നിർമ്മിക്കുന്നത്. വ്യത്യസ്ത ഡിസൈനിലുള്ള ജോമോൻ്റെ പുൽക്കൂടിനും നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ജോമോൻ്റെ പിതാവ് സെബാസ്റ്റ്യനും അമ്മ ലീലാമ്മയും ഭാര്യ ജെസിയും മകൾ ആൻമേരിയും ഒന്നിച്ചിരുന്നാണ് പുൽക്കൂടും നക്ഷത്രങ്ങളും നിർമ്മിക്കുന്നത്. എടൂർ എനിക്കൊരു മൊബൈൽ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ അത്യാവശ്യം പുൽക്കൂടും കാര്യങ്ങളും പുറമേ നിന്ന് വാങ്ങുമായിരുന്നു ആദ്യം. ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ സ്റ്റാർ കാര്യങ്ങൾ അങ്ങനെയുള്ള ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പുൽക്കൂട് വാങ്ങിയപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിക്കൂടാന്നുള്ള ഐഡിയ വന്നപ്പോഴാണ് നമ്മുടെ അടുത്ത് തന്നെ കുറച്ച് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വേസ്റ്റ് സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം വേറെ കുറേ ഐഡിയകൾ കിട്ടി. അപ്പോൾ അങ്ങനെ തുടങ്ങിയാണ്. ഒരു 5-6 വർഷമായി, 6 വർഷത്തോളമായി നമ്മളിത് സ്ഥിരമായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഒരു 2-3 മാസം മുമ്പ് തന്നെ തുടങ്ങും, പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ക്രിസ്മസ് ആകുമ്പം നമ്മൾ ഓരോ വർഷവും ഓരോ ഐഡിയ ആണ് വരുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മളിങ്ങനെ മോഡൽസ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഐഡിയ ഒക്കെ വന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് മരത്തിൻ്റെ ആക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പം മരത്തിൻ്റെ മെറ്റീരിയൽസ് ആക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ തൊട്ടടുത്തൊരു മരത്തിൻ്റെ പണിയെടുക്കുന്ന ആളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു മെറ്റീരിയൽ, അതായത് ഫൈബറിൻ്റെ, എൻ്റെ തൊട്ടടുത്ത കടയിൽ തന്നെ വഴിയിൽ വീണ് കിടന്ന ഒരു സംഭവമാണ്. അതെൻ്റെ കാലെ തട്ടി വീഴാൻ തുടങ്ങി. അപ്പം അതെടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഫൈബറിൻ്റെ പീസ്. അപ്പോൾ ആ കടയിൽ അവർ പുറത്തേക്ക് കിട്ടിയൊരു സംഭവം. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു വേസ്റ്റ് സാധനം, നമ്മളെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സാധനം, നമുക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നത്. ഫ്രീ ആകുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിടും. ബാക്കി അത് ചീകി റെഡിയാക്കലും ക്ലീനിങ്ങും ഒക്കെ ബാക്കി വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ ഇവരത് ചെയ്തിടും. ഞാൻ രാത്രി വന്ന് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ ഇത് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കും. അങ്ങനെയാണ് പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ഒരു ആദ്യഘട്ടം നമ്മൾ തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ 2-3 മാസം മുന്നേ നമ്മൾ ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും, വേസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ്. കൊച്ചാണെങ്കിലും അവളാണെങ്കിൽ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. ഭാര്യയാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും എല്ലാവരും ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം കട്ട് ചെയ്യാൻ മാത്രം ഞാൻ മാത്രമേ കട്ട് ചെയ്യലുള്ളൂ. ബാക്കി മെഷീൻ യൂസൊക്കെ ചെയ്യുമ്പം കുറച്ച് കെയർ ചെയ്യണ്ടേ കത്തിയൊക്കെ എടുക്കുമ്പോൾ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. ക്ലീനിങ്, ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഫുൾ അതിൽ പൊടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് തന്നെ ഒരു വലിയ പണിയാണ്. അതിപ്പോൾ ഇവരെല്ലാവരും കൂടി ക്ലീനാക്കി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ആദ്യമായിട്ട് ഈ പുൽക്കൂട് ഒരെണ്ണമാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം വീണ്ടും എക്സ്ട്രാ വന്നപ്പം കടയിൽ കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്കും അതിന് ആൾക്കാർ കൂടുതലായി. അപ്പം അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഓരോ പുൽക്കൂടും ഉണ്ടാക്കുമ്പോൾ തന്നെ അത് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നക്ഷത്രങ്ങളുണ്ട് കടയിൽ. അത് കൊടുക്കുമ്പോഴും ഓരോ സുഹൃത ജപം, അങ്ങനെ ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ വരണം, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ പുൽക്കൂടും നക്ഷത്രങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് വീട്ടിലൊക്കെ ആയാലും പുൽക്കൂട് ഉണ്ടാക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് പറ്റുന്നത്ര എല്ലാവരും കടകളിൽ നിന്നാണ് പുൽക്കൂടൊക്കെ വാങ്ങുന്നതൊക്കെ. അപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തന്നെ
ഇതിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നി മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ്. പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് രാത്രിയിലൊക്കെ വന്നിട്ട് കടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം പോയിട്ട് അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യുന്നത്. അതിന് പറ്റുന്ന എത്രയും സഹായമൊക്കെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ട്. ഡിസൈനിങ് ഒക്കെ ആദ്യം സ്വന്തമായിട്ട് തന്നെയായിരുന്നു. എല്ലാം ഒരുവിധ ഏകദേശം എല്ലാം സെയിം തന്നെയായിരുന്നു. പിന്നെയാണ് ഓരോരുത്തർ, അതായത് മോളും പറയും ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്, പാലത്തിൽ ഇങ്ങനെ കൂട്ടിയാൽ ഭംഗി കൂടും, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം വീട്ടിലുള്ളവരുടെയും അപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാങ്ങാൻ വരുന്നവരും പറയുന്നുണ്ട് ഇതേപോലെ വ്യത്യസ്തമാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ ഓരോരോ ചേഞ്ച് വരുത്താറുണ്ട്. മോളെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ പണിശാലയിലെ പണികളൊക്കെ കാണുമ്പോഴത്തേക്കും തിരുക്കുടുംബത്തിൽ ഔസേപ്പിതാവും ഉണ്ണീശോയും കൂടി പണിയെടുക്കുന്ന പോലെയുണ്ട്. അന്ന് മരപ്പണിയായിരുന്നു, ഇന്നത് ഫൈബറിൻ്റെ പണിയായി. അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ കുറെ പുതിയ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കും. ചില ഐഡിയ ഒന്നും പപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും നല്ല ഐഡിയ ഒക്കെ നോക്കി പപ്പ അതിനകത്തുനിന്ന് ഉണ്ടാക്കും. ഞാൻ പണ്ട് പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഓർത്തിട്ട് ഓരോരോ ഐഡിയാസ് വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. ഇവിടെ പള്ളി ഒത്തിരി ദൂരത്താണ്, അതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റൂല. ഞങ്ങൾ ഞായറാഴ്ചകളിലാണ് അല്ലാണ്ട് പോകുന്നത്. ഇത് ഫുള്ളുണ്ടാക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസാണ്. നമുക്ക് ആവശ്യമില്ലാത്ത അക്രിക്കാർ കൊണ്ടുപോകുന്ന ഫാബ്രിക്കേഷൻകാരാണെങ്കിൽ അവർ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പീസ്, വളരെ തീരെ വിലയില്ലാണ്ട് അവർ ഒഴിവാക്കുന്ന സാധനങ്ങളാണ്. എന്ത് വസ്തുവാണെങ്കിലും ഒരു ചെറിയ നമ്മൾ തീരെ നിസ്സാരമായിട്ട് കാണുന്ന എന്ത് വസ്തുവും അതിനും അതിൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. ഭൂമിക്ക് ഭാരമാവുമെന്ന് നമ്മൾ, അല്ലെങ്കിൽ മനുഷ്യന് ഭാരമാവുമെന്ന് നമ്മൾ കരുതുന്ന പലതും ഭാരമല്ല. അതിൻ്റെ വില നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. വസ്തുക്കളാണെങ്കിലും മനുഷ്യനാണെങ്കിലും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂ തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും ഒഴിവാക്കപ്പെട്ട സാധാരണ കാലിത്തൊഴുത്തിൽ ജനിച്ച് കാലിത്തൊഴുത്തിൻ്റെ മൂല്യം കൂട്ടിയ ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം ഈ പുൽക്കൂടിലൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ന്യായമായിട്ടുള്ള വിലയ്ക്കാണ്. 250 രൂപ മുതൽ 2500 രൂപ 3000 രൂപ വരെയുള്ള പുൽക്കൂടുണ്ട് വലിപ്പം അനുസരിച്ച്. അപ്പം നമ്മുടെ നാട്ടിൽ എടൂർ ഭാഗത്തുള്ള ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പുൽക്കൂട് എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ക്രിസ്മസിൻ്റെ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പുൽക്കൂട് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാർ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വില കുറച്ച് സ്റ്റാർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കടയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ പള്ളിയിൽ ഈ വർഷം എല്ലാ വാർഡുകാരും ഓരോ സ്റ്റാർ തൂക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിച്ചു. അങ്ങനെയാണ് നമ്മൾ വലിയ സ്റ്റാറിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. അതും ഒരുപാട് ഓർഡർ കിട്ടി. പറ്റുന്നിടത്തോളം ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അവർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ 1-2 ദിവസത്തെ സമയമേ കിട്ടിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളത് മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പോൾ അതെല്ലാം എടൂർ പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളുണ്ടാക്കിയ സ്റ്റാറാണ് അവിടെ തൂങ്ങി എല്ലാ ദിവസവും അവിടെ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാറാണെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മളുണ്ടാക്കിയ പുൽക്കൂട് അവർ എടുത്തു വെച്ചിട്ടുണ്ടാവും. ക്രിസ്മസ് കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പം നമുക്കൊരു സന്തോഷം. അപ്പോൾ നമ്മളുണ്ടാക്കിയ പുൽക്കൂടാണല്ലോ എന്ന് കാണുമ്പോൾ അവർ പറയും നിങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ചാണ്, നിങ്ങളുണ്ടാക്കിയ പുൽക്കൂടാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചവർ തന്നെ അവരുടെ കെയർ ഓഫിൽ തന്നെ. ഇതിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വർഷം ഉണ്ടാക്കാം. അപ്പോൾ ഒരു വർഷം മേടിച്ചവർ പിന്നെ മേടിക്കാൻ സാധ്യത കുറവ്. ഒരു 2-3 വർഷം യൂസ് ചെയ്യാം, എങ്ങനെയാണെങ്കിലും പോവില്ല. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, ഫൈബറിൻ്റെ മെറ്റീരിയൽ. കളർ ഫീഡാവോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ അങ്ങനെയൊന്നുമില്ല. ഒരാൾ മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാർ കണ്ടാൽ അവരും അടുത്ത വർഷം വരും. അങ്ങനെ ഓർഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. ഞാൻ കടയിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത ഓർഡേഴ്സ് വരും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ തികയുണ്ടാവും. ഉള്ള ടൈം വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ നക്ഷത്രം. അപ്പം ഇത് ഞാൻ ആദ്യം ഓട കൊണ്ട് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഓട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഇവിടെ സുലഭമല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് മരത്തിൻ്റെ പീസുകൾ മേടിച്ച് കെട്ടി സെറ്റാക്കി നോക്കുമ്പം ഐഡിയ കൊള്ളാം. അങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് തുടങ്ങിയത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഉണ്ടാക്കാനുള്ള സമയവും കാര്യങ്ങളും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കി പണ്ടത്തെ പോലെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള നക്ഷത്രങ്ങളിൽ പഴയതിലേക്കൊരു തിരിച്ചുപോക്ക് വീണ്ടും വരട്ടെ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. അതിൽ നിന്നൊരു മുക്തി നേടട്ടെ എല്ലാവരും. ഇതുപോലത്തെ നക്ഷത്രങ്ങളിലേക്ക് പഴമയിലേക്ക് തിരിച്ചു പോകട്ടെ എന്നുള്ള ഒരു ഐഡിയ കൂടിയുണ്ട്. കുടുംബമായിട്ട് ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പം എന്തായാലും വന്നിരുന്ന് നമ്മൾ കടയിലിരുന്ന് ഒരുപാട് സമയം കടയിൽ ചിലവഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ഫ്രീ സമയത്ത് എല്ലാവരും കൂടി ഇതിരുന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാണ് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും പഴയ കഥകൾ, അപ്പച്ചനായാലും അപ്പച്ചൻ്റെ പഴയ കാലത്തെ ഓരോരോ ജീവിതാനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അന്നത്തെ ക്രിസ്മസിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പം ഇത് ഏകദേശം എല്ലാവർക്കും ആയാലും വർക്ക് ചെയ്തിട്ട് വരുന്ന ഞാനും മോളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇരിക്കാൻ പോലും ഇപ്പോൾ ഒരിക്കലും ആർക്കും സമയമില്ല, എല്ലാവർക്കും ബിസി ലൈഫാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഓരോരോ പരിപാടികൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും ഇപ്പോഴേ ഇങ്ങനെ കാണില്ല. അപ്പനും മക്കളും മക്കളുടെ മക്കളും അങ്ങനെ ആരും ഇപ്പോൾ കാണില്ല. എല്ലാവരും വിദേശത്ത് അങ്ങനെയുള്ള ഒരു സമയമാണിപ്പോൾ. ഞങ്ങളുടെ മോള് ചെറിയ ഒരു ഗായികയാണ്. ചെറിയ പാട്ടുകളൊക്കെ പാടാറുണ്ട്. അപ്പം ആ സമയത്ത് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്കായാലും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു നേരം പോക്കാണ് അവിടെ പാട്ട് കേൾക്കുക എന്നുള്ളത്. കണ്ടോ ദൂരെ അന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ, കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ, താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ, ഉണ്ണീശു പിറന്നൊരേ ശാന്തരാത്രിയിൽ, കണ്ടു ദൂരെ അന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. രാജാതിരാജന്റെ വീടെ പുൽക്കൂട് കാണുമ്പോൾ അന്തിച്ചു നിൽക്കുന്നു നാം, കൺമുൻപിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ലതു വ്യക്തമാ. മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ലതു വ്യക്തമാ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. അപ്പം ഞാൻ ഫ്രീ ടൈമിൽ നമ്മൾ പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഇതാണ് ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടുവരും, ഇവിടെ ഇരുന്നിട്ട് ഒട്ടിക്കും. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ചെറുതേനിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ചെറുതേനീച്ചപ്പെട്ടി. ഇതിൽ 1-2 പ്രത്യേകതകളുണ്ട്. സാധാരണ ചെറുതേനീച്ച നമ്മൾ വെക്കുമ്പോൾ വലിയ നീളമുള്ള പെട്ടിക്കകത്ത് വെക്കും. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേന് മാത്രമായിട്ട് തിരിച്ചെടുക്കാം. അതായത് റാണി, ഈച്ച കാര്യങ്ങൾ ഇതിനകത്ത് വെക്കുക. ഇങ്ങനെ 2 ഷീറ്റുണ്ട്. ഈ ഷീറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റാണി ഈച്ച മേലേക്ക് കയറിയല്ല. ഒരു തട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാത്രം, ഇതിൽ തേന് മാത്രം ഇതിലുണ്ടാക്കും. എപ്പം വേണമെങ്കിലും നമുക്ക് തേന് കളക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പം ഈച്ചേനെ നഷ്ടപ്പെടില്ല, കൂടുതൽ ഈച്ച പോയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചെറുതേനീച്ചപ്പെട്ടി കൊണ്ട് ഉപകാരമാണ്. ഇതും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ സെയിലുണ്ട്. കുറച്ച് ഈച്ചകൾ സ്വന്തമായിട്ട് ഈച്ചയും പെട്ടിയൊക്കെ വീട്ടിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. എംകോം കഴിഞ്ഞതാണ്. ഞാൻ 2 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. 4 വർഷം LGയുടെ കോഴിക്കോട് ഷോറൂമിൻ്റെ മാനേജറായിരുന്നു. അതിനുശേഷം 2 വർഷം നിക്ഷാന ഇലക്ട്രോണിക്സിൽ സോണി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ LED സെക്ഷൻ്റെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം മുതലാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ഐഡിയ വന്നത്.
അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെ തുടങ്ങി. പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ സാധ്യതകളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. എവിടെയും പോകണ്ട, ജീവിക്കാൻ നമ്മളെ നാട്ടിലോളം അതിലും വലിയ സുഖമുള്ള വേറെ ഒരു പരിപാടിയില്ല. സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം. അറിവെന്നതിലുപരി തിരിച്ചറിവാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്നുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് എനിക്ക് ഇങ്ങനെയൊരു പരിശ്രമത്തിലെത്താൻ പറ്റിയത്. നാണയശേഖരം ഞാൻ 5ാം ക്ലാസ് മുതലാണ് നാണയശേഖരം തുടങ്ങിയത്. കൂട്ടുകാരൊക്കെ തരുന്ന നാണയങ്ങൾ, പിന്നെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ കണ്ട കൗതുകം തോന്നിയാൽ അതെല്ലാം എടുത്തു വെക്കും. അങ്ങനെ 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഒരു കൗതുകത്തിന് തുടങ്ങിയ നാണയശേഖരമാണ്. അതിങ്ങനെ തുടർന്നു പോയി, ഒരുപാട് കാലമായി, ഇപ്പോഴും സൂക്ഷിക്കുന്നു. പിന്നെ ഇതൊക്കെ കണ്ട ഒരു ദിവസം വെറുതെ ഇത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ നാട്ടുകാർ കാണട്ടെ, അല്ലെങ്കിൽ കുട്ടികൾ കാണട്ടെ. പഴയ കാര്യങ്ങളൊന്നും, നാണയങ്ങളൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. അവർക്കും ഒരു പുതിയ അറിവ്. അപ്പോൾ നമ്മളത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ കാണിക്കുക. അവർ എന്തെങ്കിലും നമ്മളിലൂടെ അവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അതുവഴി നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിനാണ് ഈ നാണയശേഖരം കടയിൽ വെക്കുക എന്നുള്ള ഉദ്ദേശം വന്നത്. പിന്നെ പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ പുതുതലമുറയ്ക്ക്, അന്യം നിന്നുപോയ പഴയ സാധനങ്ങൾ പുതുതലമുറയ്ക്ക് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. പിന്നെ പഴയതിനോട് ഒരു പ്രത്യേക മമതയുണ്ട്. എന്തിനും പുതുമ തേടിപ്പോകുന്ന ആളുകളുടെ ഇടയ്ക്കും പഴയതിനും മൂല്യമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്നതിനും ഒഴിവാക്കുന്നതിനും മൂല്യമുണ്ട് എന്ന് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു ക്രിസ്മസ് ദിനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നു